ഹലോ ഗൈസ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയാണോ? ഞാനും ഇവിടെ സൂപ്പറായിട്ടിരിക്കുന്നു. നമ്മുടെ ഫ്ലാറ്റിന്റെ പുറത്തായിട്ട് കുറച്ചധികം പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വോയിസ് ഓവർ ചെയ്യാൻ തീരുമാനിച്ചത്. ഇന്ന് ഞാനൊരു 3:30 ആയപ്പോഴേക്കും ഓഫീസിൽ നിന്ന് വീട്ടിലെത്തി കേട്ടോ. ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ ഓഫീസിൽ നിന്ന് തന്നെ നമ്മൾ കഴിച്ചതുകൊണ്ട് നമുക്ക് ആകെയുള്ളൊരു പണിയെന്ന് വെച്ചാൽ ഡിന്നർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോഴൊക്കെ നമ്മളൊരു 5:30, 6 ഒക്കെ ആകുമ്പോഴേക്കും ഡിന്നർ കംപ്ലീറ്റ് ആയിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് എന്താ ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെ വെജിറ്റബിൾസ് വേണം, അങ്ങനെ ഒരു കംപ്ലീറ്റ് സെറ്റിംഗ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊരു ഇൻസ്റ്റാ കോപ്പി റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു സിമ്പിൾ ചിക്കൻ റാപ്പാണ്. അത് കുറച്ച് ഹെൽത്തി ആയിട്ടും ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ പടപടന്ന് പണിയൊക്കെ എടുത്ത് റാപ്പൊക്കെ ഉണ്ടാക്കി അതും കഴിച്ച് ഇനി നമുക്ക് കുറച്ച് സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കാനുണ്ട്. എല്ലാ വർഷവും ഒരു ജാനുവരി ഫെബ്രുവരി സമയത്താണ് നമ്മളൊരു ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ചധികം ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സപ്ലിമെന്റ് ചെയ്യാനും പിന്നെ ആസ് യൂഷ്വൽ അല്ലാതെ കുറച്ച് മൾട്ടി വിറ്റമിൻസ് ഒക്കെ ചേർന്ന് കുറച്ച് സപ്ലിമെന്റ്സ് ഒക്കെ നമ്മൾ ഈവനിങ് സമയം കഴിക്കാറുണ്ട് കേട്ടോ. അയൺ, വിറ്റമിൻ ഡി, വിറ്റമിൻ സി ഇതൊക്കെ തന്നെയാണ് കേട്ടോ. കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്ന് ഒരു നല്ല കിടിലൻ ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് നമുക്കൊരു കുട്ടി വാക്കിങ്ങിന് പോവാം. കുറേ നാളായിട്ട് മുടങ്ങിക്കിടന്നൊരു സമ്പ്രദായമാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വാക്കിങ്ങിനും പോവാം, പിന്നെ നിങ്ങളെയും ഈ ഫ്ലാറ്റിന്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് കാണിക്കാമല്ലോ. അങ്ങനെ നമ്മൾ ദേ കിട്ടിയ ഷൂസൊക്കെ എടുത്തിട്ട് ഒന്ന് നടക്കാൻ പോവാണ്. സമയം ഏകദേശം 8:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 1/2 hour to 1 hour ആണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ക്ഷീണവും നമ്മുടെ സ്ഥിതിഗതികളും ഒക്കെ അനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ദേ നല്ല ഇരുട്ടായിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പേര് ഈ സമയത്ത് ഇവിടെ വാക്കിങ്ങിനൊക്കെ വരാറുണ്ട് കേട്ടോ. കംപ്ലീറ്റ്ലി ഒരു 11 മണി വരെയൊക്കെ ആൾക്കാർ ഇതുവഴി നടക്കുന്നതും ചുമ്മാ ഫാമിലീസ് ഒക്കെ വാക്കിങ്ങിന് പോകുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. നമുക്കിതൊരു കംപ്ലീറ്റ് 3 tower ഫ്ലാറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ലാർജ് ഏരിയ നമുക്കിതിന് ചുറ്റുമുണ്ട് കേട്ടോ. ചില ആൾക്കാർ സ്കൂട്ടിയൊക്കെ പഠിക്കുന്നതും കാറൊക്കെ ഓടിച്ച് പഠിക്കുന്നതും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന് പറയാം. നല്ല ഇരുട്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്ലാറ്റിന്റെ ബാക്ക് സൈഡ് ആണ് കേട്ടോ. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ഒക്കെ അടിച്ച് വരാൻ ഏകദേശം 10 മിനിറ്റ് സമയം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഫ്ലാറ്റിന്റെ ബാക്ക് സൈഡിലും ഒരു ടവറും പിന്നെ ആ സൈഡിനോട് ചേർന്ന് തന്നെ ഒരു ഗേറ്റും ഉണ്ട് കേട്ടോ. ആ ഗേറ്റ് അങ്ങനെ അധികം ആവശ്യമില്ല, തുറക്കാറില്ല. നമ്മൾ എല്ലായ്പ്പോഴും ഫ്രണ്ടിലെ ഗേറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ക്ലബ്ബേഴ്സിന്റെ ഏരിയ ആണ് കേട്ടോ. ഇവിടെ സ്വിമ്മിംഗ് പൂള് പിന്നെ ബാഡ്മിന്റൺ കോർട്ട്, ക്രിക്കറ്റ് എല്ലാത്തും കളിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട്. കുറേ അധികം നടന്ന് ക്ഷീണിച്ചേ ഞാൻ ഇവിടെ വന്ന് കുറേ സമയം വായി നോക്കിയിരുന്നു. കുറച്ചധികം ആൾക്കാരുണ്ട് കേട്ടോ. ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കാഫെ സെറ്റപ്പും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ദേ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഗേറ്റ്. ഇവിടുന്ന് നേരെ പോകുമ്പോഴാണ് നമ്മുടെ ടവർ ഉള്ളത്. ഓരോ ടവറും 18 to 19 ഫ്ലോർസ് ആണ് കേട്ടോ ഉള്ളത്. പിന്നെ അണ്ടർഗ്രൗണ്ടിൽ 2 സെറ്റ് പാർക്കിംഗ് ഉണ്ട്. അങ്ങനെ നടത്തിയൊക്കെ കഴിഞ്ഞ് ദേ ഇവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ ഒരു ബുക്ക് എക്സിബിഷൻ നടക്കുകയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ബുക്കൊക്കെ എടുത്ത് നമുക്കിവിടെ പർച്ചേസിങ്ങോ നോക്കോ എന്താന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ കുറച്ച് സമയം നോക്കി. ബുക്ക് പിന്നെ നമുക്ക് എന്നും ഒരു വീക്ക്നെസ് ആണല്ലോ. 150 to 200 rupees ആണ് ഓരോ ബുക്സും വരുന്നത്. ഇത് കൂടാതെ പിള്ളേർക്ക് കളിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. കുറേ കളിപ്പാട്ടങ്ങളും സ്റ്റിക്കറും അങ്ങനെ കുറേ സാധനം. അതുകൊണ്ട് തന്നെ കുട്ടി പെട്ടാളങ്ങളൊക്കെ അവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പല ടൈപ്പ് ഓഫ് എക്സിബിഷൻസ് വരാറുണ്ട്. ഡ്രസ്സുകൾ ഉണ്ടാവും, പാത്രങ്ങൾ ഉണ്ടാവും, പിന്നെ മെഡിക്കൽ എക്സിബിഷൻസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇഷ്ടമുള്ളവരൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ നടന്ന് ദേ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് റെസ്റ്റ് എടുക്കണം, ഫ്രഷ് ആവണം. പിന്നെ ഈവനിങ് ഉള്ള ഒരു ഫോൺ വിളി, വീട്ടുകാരെ നാട്ടുകാരെയൊക്കെ വിളിക്കണ്ടേ. അപ്പോൾ അതുമൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിൽ വന്ന് നമുക്ക് കുറച്ച് പാൽ അങ്ങോട്ട് തിളപ്പിച്ച് അത് കുടിക്കാം. നമ്മുടെ ലേറ്റസ്റ്റ് ഡയറ്റ് പ്ലാനിൽ ആഡ് ചെയ്ത സാധനമാണ് മഗ്നീഷ്യം നൈറ്റ് ടൈം കഴിക്കുക എന്നുള്ളതും പിന്നെ കുറച്ച് പാൽ കുടിക്കുക എന്നുള്ളത്. ഉറക്കം അതിഗംഭീരമായിട്ട് വരും. ഇനി നമുക്ക് ഒരു ജോലി കൂടി ബാക്കിയുണ്ട്. ഒരു ABC ജ്യൂസ് അടിക്കുക. അത് നമ്മൾ നാളെ രാവിലത്തേക്ക് വേണ്ടുള്ളതാണ്. പക്ഷെ ഞാൻ രാത്രി തന്നെ സെറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കേട്ടോ. ദേ ഈ ഒരു രൂപത്തിലാണ് ഞാൻ കീപ്പ് ചെയ്യാറ്. രാവിലെ കുടിക്കാൻ സമയമില്ലെങ്കിൽ ഓടി നമുക്ക് ഓഫീസിലും കൊണ്ടുപോകും. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നല്ലൊരു ഉറക്കമാവാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.